Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will have it. സ്നേഹമുള്ള യേശുനാഥ, ഒരു പുതിയ പ്രഭാതം കൂടി തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. വളരെയേറെ സന്തോഷത്തോടെ അങ്ങേ കാരണത്തായി ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ നിൽക്കുകയാണ്. വിവാഹം എന്ന കൂദാശ വഴി ഒരു പുതിയ കുടുംബജീവിതം നയിക്കുവാൻ തുടങ്ങുന്ന നോബിനെയും ജെലിയെയും അങ്ങേ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുനാഥ, ഇന്നു മുതൽ അവരുടെ ജീവിതത്തിൽ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. അവരുടെ ഏത് തീരുമാനവും അങ്ങേ മാത്രം ലക്ഷ്യമാക്കിയുള്ളതായിരിക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ ആ മക്കളോടുകൂടി ഉണ്ടായിരിക്കണമേ. നിസ്വാർത്ഥമായ സ്നേഹത്താൽ അവരെ കുറിക്കണമേ. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ തളർന്നു പോകാതെ അങ്ങയോട് കൂടി ആയതുകൊണ്ട് അങ്ങേ മുഖത്തപ്പെടുത്തി ജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകണമേ. അവൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവന് തുണയായി നല്ല സുഹൃത്തുക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നൽകി അനുഗ്രഹിക്കണമേ. ഈ ദിവസം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങേ മുഹൂർത്തത്തിനായി സമർപ്പിക്കുന്നു. കൂടെ ഉണ്ടായിരിക്കണമേ. അമ്മേ മാതാവേ, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ആ കുടുംബത്തെ അങ്ങ് സഹായിച്ചതുപോലെ ഈ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരനും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനുള്ള വായന 2-ാം അധ്യായം. 3-ാം ദിവസം ഗലീലക്കാനായി ഒരു വിവാഹം വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവൾക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്നതിന് 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊണ്ടുപോയിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവൻ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന് അടുത്തു കൊണ്ടു ചെല്ലുവാൻ എന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാർ വീഞ്ഞായി മാറി അതെല്ലാം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ പറഞ്ഞു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മെറ്റ വീഞ്ഞ് ആദ്യം വിളക്കുന്നു. അതിഥികൾ ലഹരി പിടിക്കുമ്പോൾ താഴ്ന്നത് വീഞ്ഞും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തിയതിനെ പ്രതിഫലിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനാൻ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു.
cleanse your heart. Everything is new, and you know time will always find a way to let your heart believe it's true. You know love is everything you say, a whisper, a word, promises you give. You feel it in the heartbeat of the day. You know this is the way love is. Amarante, Amarante, Amarante. Love is love. Amarante, Amarante, Amarante. Love is love. You know love may sometimes make you cry, so let the tears go, they will flow away. For you know love will always let you fly. How far a heart can fly away. Amarante, Amarante, Amarante. Love is love. Amarante, Amarante, Amarante. Love is love. Amarante, Amarante, Amarante. Love is love. You know when love's shining in your eyes, it may be the stars falling from above, and you know love is with you when you rise. For night and day belong to love. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഏദേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. ഏദേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. You are
നിന്റെ ധനത്തെയും പ്രതിഫലത്തെയും മറന്നു കളയുക.
നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവർ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ മുടങ്ങിയെടുക്കുന്ന മുന്തിരിവള്ളിയാണ്. നിന്റെ മക്കളുടെ സൈന്യങ്ങളുടെ പോലെയുമായിരിക്കും. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെള്ളമുണ്ടാക്കി. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവൻ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. Oh
മൂന്നാം ദിവസം ഗലീലയിലെ കാനായിലെ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ മീൻ കിടന്ന് പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് മീനില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ന് ഞാൻ സമയം വേഗമായിരുന്നു. അവന്റെ അമ്മ പഞ്ചാബിനോട് പറഞ്ഞു, അവൻ ഞങ്ങളോട് പറയുന്നത് ശരിയായിരുന്നു. യഹൂദരുടെ ശരീരകർമ്മത്തിനോട് വെള്ളം നിറയ്ക്കുന്ന 6 അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അതെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊടുത്തിരുന്നു എന്ന് അവൻ പറഞ്ഞു. അവർ പ്രദാനം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞാക്കി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അറിയുന്നില്ല. എന്നാൽ വെള്ളം തുടങ്ങിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും വേദനം വേണ്ടി ആദ്യപ്പെടുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു. എന്നാൽ നീ നല്ല വീടുകളെ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞു. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിലെ ചെയ്തയായിരുന്നത്. അവർ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. ഞാൻ ഭാരതത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ 2 കുഞ്ഞുങ്ങൾ നോബിനും ജലിയായി അവരുടെ പഠനത്തിന് ശേഷം കുടുംബജീവിതത്തെക്കുറിച്ചും സഭയുടെ കാഴ്ചപ്പാടുകൾ, കുടുംബത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് മനസ്സിലാക്കി മാതാപിതാക്കളുടെ അനുഭവത്തോടും ബന്ധുമിത്രാദികളുടെ ആശീർവാദത്തോടുകൂടി ഇന്ന് പരിശുദ്ധമായ ദേവാലയത്തിൽ നമ്മുടെ എല്ലാവരെയും സാക്ഷി നിർത്തി വിശുദ്ധ ഗ്രന്ഥം തൊട്ട് ഇന്ന് മുതൽ മരണം വരെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിന് ഉണ്ടായിരിക്കും. ഞാൻ ഈ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ദൈവം ഇവിടെ ആശ്രയിക്കും. നമുക്ക് ദൈവം നിങ്ങളുടെ കണ്ടുപിടുത്തമുണ്ട്. ദൈവം ആദ്യം മുതൽ നോബൽ തയ്യാറാക്കി വെക്കുകയായിരുന്നു ജലീലിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നോബൽ. അത് നിങ്ങളുടെ സെലക്ഷനാണ്. ദൈവം കണ്ടുപിടിച്ചത് അത് വളരെ അനുഭവത്തോടെയും അത് കണ്ടുപിടുത്തൊക്കെ ഏറ്റവും മനോഹരമാക്കി ആലോചിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ഒരുമിച്ച് ചെയ്തു. അതാണ് വിവാഹത്തിൻ്റെ ആഢ്യത്യം എന്ന് പറയുന്നത്. അതായത് വണ്ടികളുടെ കുടുംബത്തിന് ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ അവരെ പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു, മാതാപിതാക്കളത് അനുഗ്രഹിച്ചു. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഞാൻ പറയുന്നത്. ജില്ലയിലേക്ക് വിവാഹത്തിൻ്റെ എല്ലാ മക്കളും ആശംസിക്കുന്നു. ഈ വധവരന്മാർ വിവാഹമെന്ന കൂദാശ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലനത്തെ ഞങ്ങൾ വാങ്ങിക്കുന്നു. ആഗ്രഹിക്കുന്ന ഈ സ്ഥലത്തിൽ ബന്ധിപ്പിക്കണം. ഈ ഉദാശയോട് ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനാകണമേ. അങ്ങയുടെ പാപം സമർത്ഥമായി എന്നെ ചെയ്യണമേ. പിതാവായ സർവേശ്വരനായ ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. തിരിച്ചുപെട്ടനുസരിച്ച് സ്വതന്ത്രമായ മനസ്സും പൂർണ്ണമായ സന്തോഷത്തോടെ എന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അല്ല, വിശുദ്ധായിട്ടിപ്പോൾ തിരിച്ചുപെട്ടനുസരിച്ച് സ്വതന്ത്രമായ മനസ്സും പൂർണ്ണമായ സന്തോഷത്തോടെ തോമസിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങളുടെ ഈ വിവാഹം സാക്ഷിയാണ്. നിങ്ങൾ അവരുടെ അടയാളമായി പരസ്പരം യാക്കോബിന്റെ ദൈവം നിങ്ങളോടുണ്ടായിരുന്നത് സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ നിങ്ങളുടെ വിവാഹത്തെ ബന്ധിക്കുവാനാണ് പിതാവിന്റെയും പുത്രന്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പുരുഷന്മാരുടെ വഴിയായി പരിശുദ്ധരെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിനും സ്നേഹത്തിനും വധുവരമായി ബന്ധിപ്പിക്കുന്ന ഈ കാര്യം ദയാപൂർവം ആസ്വദിക്കണം. ഐക്യത്തിന് പ്രത്യേകമായ കാര്യം അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശ്വസതയും ഇവരെ ബന്ധിക്കുവാനാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷവും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിന് മുദ്രിതമായിട്ടുള്ള കുരിശ് ഇവരുടെ സ്ഥിതി നൽകട്ടെ. ഇത് ഇവരുടെ വിശിഷ്ടതയുടെ അടയാളമായിരിക്കട്ടെ. ഈ ദമ്പതിമായ സ്നേഹത്തിന്റെ വിശിഷ്ടതയുടെ അടയാളമായി ഇവർ പരസ്പരം അറിയിക്കുന്ന ഈ മോചനങ്ങളെ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കൃപാവരത്തിന്റെ ആശ്രവസ്തുതാര മനുഷ്യാത്മാവിനെ അനുഭവിക്കുന്ന കാരണവാനായ കർത്താവ് ഈ മന്ത്രത്തോടെ ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹം വഴി നിലനിൽക്കുവാൻ ഇതിനെ പതിവായി എഴുന്നേൽക്കണമേ. ഇതിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവ് ലോകത്തിന് നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊണ്ടാകുന്ന വിശുദ്ധ സുവിശേഷ സാക്ഷിയായി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ സഹായിക്കണമേ. സഹോദരനെ നിങ്ങൾ തങ്ങളുടെ ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ എപ്പോഴും സുരക്ഷിതമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ ശുശ്രൂഷയും അവിടെ നിങ്ങൾക്ക് സിദ്ധിക്കട്ടെ. ദൈവങ്ങളുടെ മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധരുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ ഇഷ്ടയും ആരാധന സ്ഥാപിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ും
ഒന്നിപ്പിച്ച് പരിപാലന നന്ദി പറയുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ ദൈവം ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിലെ നായകനായ മാതേശ്വരന്റെയും മാതൃസ്ഥിതിയുടെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും അനന്തമായ സ്നേഹത്താൽ പുരുഷന് സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിന് അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാസിയായ നിർമ്മലമായ സ്നേഹത്തിനും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിനും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധിയുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തെ സമർപ്പിക്കുവാൻ ഈ ഉദാസ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മൗന
മണവാട്ടിയായി ഞാൻ വിശുദ്ധനാം സത്യ മണവാള കരുണ ചെയ്തെന്നിൽ ശരണം നീ. പന്തലിൽ കണ്ടേ കല്യാണത്തിൻ കോലാഹലം. പള്ളിയിൽ മിന്നും കെട്ടിക്കൂടുന്നിതാ എല്ലാവരും. മണവാട്ടി പെണ്ണിൻ നീലക്കണ്ണിൽ അഴകായി വിരിയും കനവ്. ആരും കാണാൻ നടപ്പുവിൻ ഇതള്. മണവാളച്ചക്കൻ കണ്ടാൽ പാവം പുറമേ കളിയും ചിരിയും. ഉള്ളിലുണ്ടേ ആരും കാണാക്കരണ്. തകിലടി താളത്തിൽ ഇടവകയൊന്നാകെ ഒരുമിച്ച് ചേരും പോലെ ആഘോഷനാള്. ഉയരന ട്രംപറ്റ് പിടിവെട്ട് സെറ്റപ്പ് മുഴങ്ങണം നെഞ്ചത്താകെ ബീറ്റോടെ ബീറ്റ്. പെണ്ണിനും ചെറുക്കനും മധുരം കൊടുക്കട്ടെ. പെണ്ണിനും ചെറുക്കനും മധുരം കൊടുക്കട്ടെ. പതിവോ മാറും പകലോ വന്നേ ചാരേ. പകരം നൽകാൻ പലതും ഉള്ളം തേടി. നിന്നെ നീ അറിയാൻ അതെന്നും ഞാൻ അറിയാൻ. ഒരു കണ്ണാടി തുണ്ടായി കണ്ണിൽ കൂടാം ഞാൻ. ഇനി ചൊല്ലാ കഥകൾ മൊഴിയാം കാതോരം. ചിരിപ്പൂക്കാനായി ആ ചുണ്ടിൽ തേനും നൽകിടാം. പതിവോ മാറും പകലോ വന്നേ ചാരേ.
പകരം നൽകാൻ പലതും ഉള്ളം തേടി. നിന്നെ നീ അറിയാതെന്നും ഞാൻ അറിയാം. ഒരു കണ്ണാടിത്തുണ്ടായി കണ്ണിൽ കൂടാൻ ഞാൻ. ഇനി ചൊല്ലാ കഥകൾ മൊഴിയാം കാതോരം. ചിരിപ്പൂക്കാനായി ആ ചുണ്ടിൽ തേനും നൽകിടാം. പകലും ഇരവും നിൻകൂടവേ നിഴലായി പടരുകയാണെൻ മനമേ. കവിളിൻ ചിമിഴിൽ ഒരു പൊൻതാരകം പൂക്കും പോലെ മെല്ലെ പൂക്കാൻ മോഹം വിങ്ങുന്നേ. സഞ്ചാരികൾ ഇരുപിറാവുകൾ നമ്മൾ കാലങ്ങൾ തോറുമേ പതിയെ പാറിടാം ദൂരെ. ആരാരും കാണാതെ പുന്നാരം ചൊല്ലാതെ നെഞ്ചോരം ചായുന്ന പൊന്നീണമേ. ആരോടും മിണ്ടല്ലേ രാവാകെ ഞാനില്ലേ മിന്നാരം നെയ്യുന്ന പൂമാലയായി. നീഹാരപ്പൂമയോരം നാണം നീയല്ലേ പെണ്ണേ. നിന്നോരം മോഹം തേടും നേരമോ. കണ്ണാടി കണ്ണിൽ മിന്നും മന്ദാരപ്പൂവേ നീയേ എന്നോരം എന്തേ വന്നു മോഹമായി. ആരാരും കാണാതെ പുന്നാരം ചൊല്ലാതെ നെഞ്ചോരം ചായുന്ന പൊന്നീണമേ. ഏതോ മൗനം കാതിൽ ചൊല്ലും നോവോ നീയോ രാവോ മൂകം തൂമഞ്ഞു പോ. രാവിൽ മെല്ലെ ആരോ തേടും പൂവേ നിന്നെ. വിണ്ണോരം പായും മേലെ മോഹക്കൂരുന്നായി ദാഹം. ഓരോരോ നോവും നീയൻ സഖിയേ. ആരാരും കാണാ നേരം കൺപീലി തുമ്പോ ചൊല്ലി അകലാതെ നീർമിഴിയേ.
എൻ